നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വേൾഡ് കപ്പ് അങ്ങനെ സ്റ്റാർട്ടായിരിക്കുകയാണ്. വളരെയധികം വർണ്ണശബളമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് സെറമണി, പിന്നെ അതിനുശേഷം വേൾഡ് കപ്പ് ഗെയിംസ് സ്റ്റാർട്ടായി. മികച്ച കളികളിലൂടെ അങ്ങനെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കേരളത്തിലൊക്കെ അറിയാൻ കഴിഞ്ഞു വെച്ചാൽ ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു പ്രോബ്ലം, അത് കാരണം പല ആൾക്കാർക്കും ഗെയിം കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അഡീഷണൽ പൈസ കൊടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കുക, അതിലൂടെയാണ് ഗെയിം കാണേണ്ടത് എന്നുള്ളൊരു അവസ്ഥയാണ്. സെയിം രീതി തന്നെയാണ് ഇവിടെ യു എയിലും. നമുക്ക് ഓൾറെഡി എനിക്കൊരു കണക്ഷൻ ഉണ്ട്, ടോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ ഗെയിം ഉൾപ്പെടെ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ സബ്സ്ക്രിപ്ഷൻ പോരാ. വേൾഡ് കപ്പിന് ഒരു അഡീഷണൽ സബ്സ്ക്രിപ്ഷനും കൂടെ എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാൽ പല ആൾക്കാരും കളി കാണാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും എന്താ പറയുക, അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ്. ടൈമിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ അതല്ലാതെ ഇങ്ങനത്തെ ഒരു അവസ്ഥയും കൂടെ വന്നു കഴിയുമ്പോൾ അത് പല ആൾക്കാരെയും നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമ്മുടെയൊക്കെ ഫേവററ്റ് ടീംസിൻ്റെ കളികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളും റിവ്യൂസും എല്ലാം നമ്മൾ ചാനലിന് ഇടുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രാൻസ്ഫേഴ്സ്. ആ ഒരു വാർത്ത എന്ന് പറയുന്നത് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു കാര്യമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും എന്താ പറയുക ട്രാൻസ്ഫർ റൂമേഴ്സും ഒക്കെ. അപ്പോൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എലിയട്ട് ആൻഡർസൺ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ ഒരു സമ്മർ മെയിൻ ടാർഗറ്റ് ആയിരുന്നിട്ടുള്ള എലിയട്ട് ആൻഡർസൺ, ആ ഒരു ബിഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ്. അപ്പോൾ ടീം ടോക്കും പിന്നെ ഫെബ്രിസിയോ റൊമാനോ, ബെൻ ജേക്കബ്സ് ഇവരെല്ലാവരും റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു ഇൻട്രസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള ഒരു ബിഡിംഗ് വാറിൽ അവർക്ക് കയറാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ നോട്ടിംഗം ഫോറസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഏകദേശം 121 മില്യൺ ഡീൽ അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഇതൊന്നും പോരാ. ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ബിഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ പ്ലെയറിന് വിട്ട് നൽകുകയുള്ളൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ബിഡ് റിജക്റ്റായി. അവർ നോട്ടിംഗം ഫോറസ്റ്റ് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഡെക്ലൻ റൈസിനും അലക്സാണ്ടർ ഇസാക്കിനൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, 115 മില്യൺ ഡയറക്റ്റ് മണി, അല്ലാതെ ആഡ് ഓൺസ് ഒന്നും ചേർക്കാത്ത ആ ലെവലിലുള്ള എമൗണ്ട് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിച്ചെന്നാൽ ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓവറായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും ഒരു എമൗണ്ട് കിട്ടിയിട്ട് അവർ ബിഡ് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ മേ ബി ദേ വുഡ് അത് റിഗ്രറ്റ് ചെയ്യും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിയാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റി അവർ ചിലപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിൽ നിന്നും പിൻവലിയാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദേ വുഡ് നോട്ട് വാണ്ട് എനിബഡി ടു എന്താ പറയുക ഹോൾഡ് ദം ടു എ റാൻസം. അതാ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ ഒരു നോർമലായിട്ടുള്ള എമൗണ്ട് കൊടുക്കാനായിട്ട് അവർ താല്പര്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറിന്, അതും ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലെയറിന് അവർ കൊടുക്കേണ്ട ഏറ്റവും മാക്സിമം ആണ് ബിഡ് ചെയ്തിരിക്കുന്നത്. ഒരു 106 മില്യൺ പ്ലസ് അഡീഷണൽ ആഡ് ഓൺസും കൂടെ ചേർത്തിട്ട് 121 മില്യൺ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും കൊടുക്കാൻ അവർ ഓക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സിറ്റി ഈ ബിഡ് അവസാനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ വേറെ ട്രാൻസ്ഫർ ടാർഗറ്റ്സിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടും കേൾക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നൊരു ലോവർ ബിഡുമായിട്ട് നോട്ടിംഗം ഫോറസ്റ്റിനെ സമീപിക്കുക എന്നുള്ളത് നമ്മൾ ഇനി നോക്കിയിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. സോ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പുതിയ ട്രാൻസ്ഫർ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് അവർ ഒരു പ്ലെയറിന് അധികമായിട്ടുള്ള എമൗണ്ട് ഒന്നും കൊടുത്ത് കൊണ്ടുവരാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്ലെയേഴ്സിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു സ്ട്രാറ്റജിയും അവരുടെ കയ്യിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള നമുക്കറിയാം, ഇപ്പോൾ ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ കാര്യം, ഒരു ട്രാൻസ്ഫർ വിൻഡോ മൊത്തം ഒരു ഏകദേശം 2 മാസ കാലയളവ് മുഴുവനും നമ്മൾ ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ പുറകെ നടന്നിട്ട് പിന്നെ ഏറ്റവും അവസാനം അത് നടന്നില്ല. ആൻഡ് ടുവേർഡ്സ് ദി എൻഡാണ് പിന്നെ നമ്മൾ പോയി കാസമിറോനെ ഒക്കെ കൊണ്ടുവന്നത്. അപ്പം അത് നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഡിയോങ്ങിന് ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യമില്ല. ബാർസലോണ ഓക്കെ ആയിരുന്നു, ദേ വർ റെഡി ഫോർ വിത്ത് എന്താ പറയുക ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഓക്കെ ആയിരുന്നു. പക്ഷേ പ്ലെയറിന് താല്പര്യമില്ല. ഇപ്പോഴത്തെ കറണ്ട് സ്ട്രാറ്റജി വെച്ചിട്ട് വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ പ്ലെയേഴ്സ് ഹു ഡു നോട്ട് വാണ്ട് യുണൈറ്റഡ്. ഇങ്ങോട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദം. അത് തന്നെയാണ് കഴിഞ്ഞ വിൻഡോയിൽ സംഭവിച്ചത്. എംബൂമ വന്നു, എംബൂമ വാണ്ടഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇപ്പോൾ ടോട്ടൻഹമും പിന്നെ ന്യൂകാസിൽ ഇതേപോലത്തുള്ള ക്ലബ്ബുകളൊക്കെ എംബൂമയുടെ പുറകെ നടന്നു. ബട്ട് ഹി സെഡ് ഐ വാണ്ട് യുണൈറ്റഡ്. അതേപോലെ തന്നെയാണ് നമ്മുടെ മത്തിയസ് കുന്നിയും പിന്നെ ബെഞ്ചമിൻ സെസ്കോ, ഇവരുടെ പിന്നിൽ ഒത്തിരി ക്ലബ്സ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ബെഞ്ചമിൻ സെസ്കോയുടെ പുറകിൽ ഇത് കണക്ക് ആരൊക്കെയാണ്, ആർസനൽ ഉണ്ടായിരുന്നു, പിന്നെ ന്യൂകാസിൽ, ടോട്ടൻഹം, ഇങ്ങനെ കുറേ ക്ലബ്സ് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഹി വാണ്ടഡ് യുണൈറ്റഡ്. ആൻഡ് മത്തിയസ് കുന്യ ഹി ഓൺലി വാണ്ടഡ് യുണൈറ്റഡ്. ആൻഡ് നമ്മളത് ആ ഒരു ഇൻട്രസ്റ്റ് നേരത്തെ പ്രകടിപ്പിച്ചു. ആൻഡ് ടേംസ് ഒക്കെ നമ്മൾ ഓൾറെഡി അഗ്രി ചെയ്തുകൊണ്ട് അതിനകത്ത് വേറെ ബിഡിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ അതുതന്നെയാണ്
ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ട്രാറ്റജി. അപ്പം അത് തന്നെയാണ് നമുക്ക് ഇവിടെയും വേണ്ടത്. നമുക്ക് നമ്മുടെ ക്ലബിന് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സിനെ വേണം. അല്ലാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുമ്പം ഒരു കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഉള്ള ഒരു ഏരിയ, അപ്പം അവിടെ അങ്ങനെ പോകാം എന്ന് ചിന്തിച്ച് വരുന്ന ഒരു പ്ലേയേഴ്സ് നമുക്ക് വേണ്ട. കാരണം വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വരുമ്പോൾ നമുക്ക് ഫാൻ ബേസ് ഉണ്ട്. ഇപ്പോൾ പ്ലേയേഴ്സ് വന്നു കഴിയുമ്പം ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫ്യൂ 100,000 ഫോളോവേഴ്സ് ഉള്ളവർ ഒറ്റയടിക്ക് ഒരു 4-5 മില്യണിലോട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പം ഇവർക്ക് കൂടുതൽ എൻഡോഴ്സ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു ചിന്തയോട് കൂടി മാത്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സമീപിക്കുന്ന ഒരു പ്ലേയേഴ്സിനെയും നമുക്ക് വേണ്ട എന്നുള്ളത് നമ്മുടെ മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് പീപ്പിൾ ഷുഡ് വോണ്ട്, അവർ അത്രയധികം ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യണം. ആൻഡ് എക്സ്ട്രീം ആയിട്ടുള്ള ലെവലിൽ പോവുകയാണെങ്കിൽ പ്ലേയേഴ്സ് കുഡ് ഈവൻ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് അവരുടെ സ്വന്തം ക്ലബ്ബിൽ കൊടുത്തിട്ട് ഐ വോണ്ട് ടു ഗോ ടു മാൻ യുണൈറ്റഡ് എന്ന് പറയുന്നവരെ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടും. ബിക്കോസ് അവർക്ക് അത്രയധികം ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ള ഒരു സ്വപ്നം നടക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങൾ പറയുന്നത്. സോ സച്ച് പ്ലേയേഴ്സ് വിൽ ബി എൻ്റർടൈൻഡ് ഹിയർ അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആൻഡ് അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ എലിയട്ട് ആൻഡേഴ്സൻ്റെ കാര്യം നമുക്കറിയാം. ഹി ഓൾവേസ് ഫേവേർഡ് സിറ്റിയായിട്ട് പേഴ്സണൽ ടേംസും ഒക്കെ എഗ്രീഡ് ആണെന്നുള്ള പല റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിറ്റി മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ഒരു ബിഡിംഗ് വാറിലേക്ക് നമ്മൾ പോകാനും താല്പര്യപ്പെടുന്നു. സോ ആ ഒരു സാഗ മിക്കവാറും അവസാനിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അടുത്ത ടാർഗറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ മത്തിയാസ് ഫെർണാണ്ടസ് അത് ഏകദേശം ബിഡ് റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആൻഡ് വെസ്റ്റ് ഹാം ദേ ആർ ഡിമാൻഡിങ് 80 to 85 മില്യൺ. പക്ഷേ അത്രയൊന്നും നടക്കുന്ന കാര്യമല്ല. അവർക്ക് അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു ലെവലിൽ നിൽക്കുന്ന ടീമല്ല, റെലിഗേറ്റഡ് ആയിട്ട് താഴെ കിടക്കുന്ന ടീമാണ്. സോ അത്രയ്ക്ക് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ആൻഡ് പ്ലെയർ ഇഫ് ഈ പുട്ട് അക്രോസ് എ ട്രാൻസ്ഫർ റിക്വസ്റ്റ് പറയുന്നത് എനിക്ക് ടീം വിട്ട് പോകണം, എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ മതി എന്ന് പ്ലെയർ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് റേസ് ചെയ്തിരുന്നാലും ദേ വിൽ ഹാവ് ടു ലീവ്. അപ്പോൾ ഈ 80-85 മില്യൺ ഒന്നും പിടിച്ചു നിന്നിട്ട് നടക്കുന്ന കാര്യമില്ല. സോ എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു 50 to 60 മില്യൻ്റെ അകത്ത് ആ ഒരു പ്രൈസിൽ നോക്കുവാണെങ്കിൽ മേ ബി വി ക്യാൻ സ്ട്രൈക്ക് എ ഡീൽ. കാരണം വെസ്റ്റ് ഹാം 40 മില്യൺ വാങ്ങിച്ചു ആൻഡ് അവർ 80 മില്യൺ ചോദിക്കുന്നു, ഡബിൾ ദ മണി. പക്ഷേ അതിൻ്റെ ഏകദേശം ഒരു മിഡിൽ ഗ്രൗണ്ടിൽ നമുക്ക് നിർത്തിയിട്ട് ആ ഒരു ഡീല് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള മറ്റ് ട്രാൻസ്ഫർ റൂമേഴ്സ് എന്നൊക്കെ പറഞ്ഞാലും അലക്സ് സ്കോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ബോൺമൂത്തിൻ്റെ പ്ലെയർ, ലൈക്ക് നല്ലൊരു പ്ലെയറാണ്. മിഡ്ഫീൽഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുൾ എനർജിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് അലക്സ് സ്കോട്ട്. പിന്നെ മമദു സംഗാരെ, എന്താ പറയുക, ലോൺസിൻ്റെ ഫ്രഞ്ച് ലീഗിൽ കളിക്കുന്ന പ്ലെയർ. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ബിഡ് പോകാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഫോർ മത്തിയാസ് ഫെർണാണ്ടസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാർക്കി സൈനിങ് എന്നുള്ള നിലയ്ക്ക് വേറെ ഏതെങ്കിലും പ്ലെയേഴ്സ് വരുമോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. മേ ബി സാൻഡ്രോ ടൊണാലി അല്ലെങ്കിൽ നമ്മുടെ ചുവമിനിയോ അങ്ങനത്തെ ഏതെങ്കിലും പ്ലെയേഴ്സ് നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഇനി നോക്കി കാണേണ്ട കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഓക്കെ, സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എലിയട്ട് ആൻഡേഴ്സനെ നമുക്ക് വേണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ബിഡിംഗ് വാറിൽ നമ്മൾ ഒഴിവായത് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണോ എന്നുള്ളത് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ തന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.